ഹായ്! ഇത് നമുക്ക് ഓട്സ് വെച്ചിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു കുക്കീസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2.5 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ അളവിലാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ നേർപകുതി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയാണ്, മാറിപ്പോകരുത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും സോഡയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സിനമൺ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിനമൺ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് പൊടിയായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് അരിച്ചെടുക്കുന്ന സമയത്ത് ചേർത്താലും മതി, ഞാൻ വിട്ടുപോയതുകൊണ്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ 2-3 തവണ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് മതി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 100 ഗ്രാം അളവിൽ ബട്ടർ എടുക്കുകയാണ്. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ ബട്ടറിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. നമ്മൾ കുക്കീസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല തണുത്ത ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുക്കീസ് ഹാർഡായി പോവും. അപ്പോൾ അതെടുത്ത് പുറത്ത് വയ്ക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത്, ഒരുപാട് ബീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രീം ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് 1/2 കപ്പ് അളവിൽ ഷുഗർ ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഷുഗർ എടുത്തിട്ട് അത് പൊടിച്ചതാണ്. ഷുഗർ പൗഡർ അല്ല 1/2 കപ്പ്, നോർമൽ ഷുഗർ 1/2 കപ്പ് അളവിൽ എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കുക്കീസൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ കുക്കീസിന് നല്ല ഷേപ്പ് കിട്ടാനും ഒക്കെ ബ്രൗൺ ഷുഗർ നല്ലതാണ്. അപ്പോൾ നോർമൽ ഷുഗർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഇത് മെൽറ്റായി ഷേപ്പ്ലെസ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പൊടിച്ചിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചതിന് ശേഷം നോർമൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട കേടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാറ്റർ കംപ്ലീറ്റ് കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എഗ്ഗും ഞാനും പണ്ടേ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളത് എപ്പോഴും എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കുക്കീസ് എല്ലാം ചെയ്യുന്ന സമയത്തെല്ലാം ഒരു നോട്ടായിട്ട് എഴുതി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ മിസ്സാവാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സായി വരുന്ന പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നോർമലി ഞാൻ വീഡിയോ കാണിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഫാസ്റ്റായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ ഇത് നോർമൽ സ്പീഡിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2-3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഓവർ മിക്സ് ആയി പോകരുത്. അപ്പോൾ ഇത് 2-3 തവണയായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി, പ്രോബ്ലം ഒന്നുമില്ല. ഇനി സൈഡിലുള്ളതെല്ലാം നന്നായിട്ട് ഒന്നുള്ളിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് ഹാർഡായിട്ട് തോന്നും നമ്മൾ ഈ ഡോ, പക്ഷേ ഇത് കുഴപ്പമില്ല, നമ്മളെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ഞാൻ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതാ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് ചെറിയൊരു സ്പീഡിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ചൊരു സ്പീഡ് തോന്നുന്നത്. പതിയെ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് റോൾഡ് ഓട്സ് ആണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറ്. ഇത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ, മുഴുവനായിട്ടുള്ള ഓട്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എത്രയാണോ ഇതിലേക്ക് മൈദ എടുക്കുന്നത്, ഫ്ലോർ എടുക്കുന്ന അതേ അളവിലാണ് നമ്മൾ ഓട്സും ചേർക്കുന്നത്. ഇത് ക്രാൻബെറിയാണ്.
ക്രാൻബെറി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റൈസിൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇത് രണ്ടും കൂടി 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നട്ട്സ്, കാഷ്യൂ, അണ്ടിപ്പരിപ്പൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ക്രാൻബെറി അതുപോലെ തന്നെ റൈസിൻസും മിക്സ് ചെയ്ത് ചേർത്താണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് റൈസിൻസും ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവർ മിക്സ് ചെയ്യരുത്. ഇപ്പോൾ റോൾഡ് ഓട്സ് നമ്മൾ 2.5 കപ്പ് ചേർത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോ കുറച്ച് ഹാർഡായിട്ടുള്ളത് പോലെ തോന്നും, പ്രശ്നമില്ല. ഇതുപോലെ പതിയെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എത്തും. നമ്മൾ മൈദ ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓട്സ് മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഞാനിതാ ഇവിടെ ഒരു ട്രേയിലേക്ക് വാഷ്മാൻ പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ, ബട്ടർ പേപ്പർ അല്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം അതിൻ്റെ രണ്ടിനെ ഡിഫറൻസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു രീതിയിൽ എടുത്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് എടുക്കാം. കാരണം ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിലേക്ക് വരും. നമ്മളൊരു പ്രത്യേകിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ചെറിയൊരു ബോൾ പോലെ ആക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഹാർഡായി പോകും. ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടുന്ന സമയത്ത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 8 മിനിറ്റാണ് ഞാൻ സാധാരണ പ്രീ ഹീറ്റ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഓവൻ ഇതാ അവിടെ പ്രീ ഹീറ്റൊക്കെ ആയി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 160 ഡിഗ്രിയിൽ 18 മിനിറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓവനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുക്കീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റിനുള്ളത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് 3 തവണ ചെയ്യാനുള്ളതുണ്ടായിരുന്നേ. അപ്പോൾ ഇതും നമുക്കതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തപ്പോൾ ഇത്രയുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതിൻ്റെ പകുതി ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.